വേണോ വേണോ? എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണം. കല്യാണം കഴിച്ചൊക്കെ നന്നായി ഗൈസ്. ഹായ് ബേബി. ഫോട്ടോ റിയാക്ഷനാ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തൊക്കെയാണ്ടി കാണിച്ചിട്ട് വരുന്നവള്? ചിക്കൻ കറി. വാ വാന്നാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ കപ്പിൾസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു വ്ളോഗാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് നിൽക്കുന്നത്. ആർക്കൊരു കുഞ്ഞു ബേബി ഉണ്ടായി. അപ്പം ബേബീനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം കാലത്തൂരിലേട്ടാ നമ്മുടെ ഈ ടാറ്റു ഒക്കെ അടിച്ച നിതീഷേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൾ പ്രസവിച്ചു. കുഞ്ഞിന് ഇന്ന് 46 ദിവസം കേട്ടോ. അപ്പം നമ്മൾ കാണാൻ വന്നതാണ്. അപ്പം കുഞ്ഞൊരു വ്ളോഗാണ്. ഇപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നിൽക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. അപ്പം നേരെ നമുക്ക് വീഡിയോ. ബേബി ഇവിടെ സൗണ്ട് ഉണ്ടോ? ഹലോ ഗൈസ്. ആ ഓക്കെ ഗൈസ്. നിങ്ങളെ കണ്ട ഓർമ്മയുണ്ടോ ഗൈസ്? എന്താ കോട്ടയം കാര്യമാണ്. അതല്ല, കുഞ്ഞിന് 46 ആയിട്ടുള്ളൂ കണ്ട. അത് ഹസ്ബൻഡും വൈഫും മാത്രമാണ് വീട്ടിൽ. അവള് തന്നെ പണിയൊക്കെ ചെയ്യും. അവ മറ്റേ കാണണപ്പോ ഡെയിലി അവൻ പണിയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോ ഇവര് വന്നപ്പോ ഇവര് എത്ര മാത്രം ഉണ്ട്. ഇവരോട് ഫുഡ് വാങ്ങിട്ട് വരാൻ പറഞ്ഞു. ഇവര് ഞങ്ങളെ പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പ്രസവിച്ച് കഴിഞ്ഞ ഗർഭിണി പ്രസവിച്ച് കിടന്ന ഒരു അമ്മയും. അമ്മയാ? ആ ശരി. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് വെറൈറ്റി ആക്കാട്ടാ. ഞാൻ വ്ളോഗ് എടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് പോലെ ചെയ്തു തന്നാൽ മതി. ഓക്കെ, എൻ്റെ റെസിപ്പിയാണ് ഗൈസ്. കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. മോശമാണെങ്കിൽ അതെന്നാ സീന്. നീ പെട്ടടി പെട്ട്. അവ അപ്പോഴേക്കും പുറത്തുനിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നു. അതിനെ വീട്ടിൽ നിന്ന് നീ ബുക്ക് ചെയ്തോ? വെക്കടി അവിടെ വെക്കടി കൊടുക്കടി. ബുക്ക് ചെയ്യാൻ ഇവിടെ അടിയാണ് ഗൈസ്. മിയോ മിയോ വാന്നാ. അത് വരില്ല. വാ മറ്റേ പാട്ട് എന്താ? അപ്പോൾ ഇതുപോലെ നീ ഒന്നും ആട്ടില്ലല്ലോ. ഞാൻ ആട്ടണ്ടേ? നിനക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഉണ്ടാവില്ലേ? എന്തൊക്കെയാണ് കാണിച്ചിട്ട് വരുന്നവള്? പൂച്ചനൊന്നും ചെയ്യണ്ട. ഇങ്ങോട്ട് വാ. ഹായ്. കൊണ്ട് വെക്കും സവോള ശീലിച്ചില്ലേ. എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണം വന്നത്. എനിക്കൊന്ന് ഉറങ്ങണം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെ? ഇതൊരു മറ്റേ കോവിലൊക്കെ പോലത്തെ വീട് കേട്ടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വീട്ടിൽ വരുന്നത്.
ഞാൻ ഇതുപോലത്തെ ഒരു വീട് നമുക്ക് നോക്കിയില്ലായിരുന്നു പണ്ട് വാടകയ്ക്ക്. എവിടെ ഓർമ്മയില്ല, മറ്റേ അവിടെ ദിനേശ് പറഞ്ഞിട്ട് ആ പാലക്കാട് SP ഓഫീസിന് തൊട്ടടുത്ത് ബാക്കിൽ. ഇപ്പോൾ കിട്ടില്ല. ഞാൻ ഉണ്ടായിരിക്കും. ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് ദൈവമേ, ഇവിടെ ആ പൂച്ചിന് എന്തൊക്കെ ചെയ്യുന്നറിയോ? ചക്കനെ വാങ്ങുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. ഇല്ലത്തെ കുട്ടിക്ക് ആവാം. ചട്ടി ചൂടാക്കി ചൂടാവട്ടെ എണ്ണ പൊട്ടടാ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരല്ലേ. എന്തൊക്കെ പഠിക്കാൻ കിടക്കണേ അച്ഛനെ. എൻ്റെ എടാ ഇതിൻ്റെ മുകളിൽ തട്ടിട്ടുണ്ടേ. അതിൻ്റെ മുകളിൽ ഓട്. ഓ സേഫ്റ്റി. കോക്കോമലിൻ്റെ പാട്ട് പാടിയിട്ട് ഉറക്കണ ആദ്യത്തെ ആള്. ബേബിനെ ഉറക്കണോ? മരം ഉണ്ടല്ലേ. കല്യാണം കഴിയുമ്പോൾ ചെക്കൻ നന്നായി ഗൈസ് അല്ലേ. അപ്പോൾ ടാറ്റു അടിക്കലാണ് കേട്ടോ അവൻ്റെ വർക്ക്. ആരെയും ടാറ്റു അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്പർ കൊടുക്കുക അല്ലേ. അവനിപ്പോൾ ചെയ്ത് പണിയാണ് ഇതൊക്കെ കേട്ടോ. ഇവിടെ എൻ്റെ വരുന്നില്ലടാ. ഇതാണ് അവൻ്റെ കൈയും കാലൊക്കെ ഉണ്ടെങ്കിൽ മരണ പണിയാണ് നോക്ക്. ഉള്ളി ഇനി മാടണം. ഞാൻ പച്ചവെള്ളം കുടിക്കുക. നിനക്ക് നല്ല ഭാവി ഉണ്ടോ അളിയ. നമ്മളിത് വിട്ടാൽ നമ്മളെ ഹോട്ടൽ തുടക്കും അല്ലേ. കല്യാണം കഴിഞ്ഞവരൊക്കെ കമന്റ് ചെയ്യാതെ ആല്ലേ. നല്ല മണം വരുന്നുണ്ട്. അവൻ ഇതപ്പോ ചിക്കനായി വേണ്ടി വന്നാണ് മോള്. ശരി വേണ്ടല്ലേ. മണത്ത് രസിച്ചോ. എന്ത് കറി കുഞ്ചേട്ടൻ ഇങ്ങനെ ഇവള് ഇതൊക്കെ ചെയ്യോ? ടാ എന്ത് എടി ഞങ്ങളില്ലേ അവിടേക്ക് വരാൻ വേണ്ടില്ലേ. എവിടേക്ക്? കോട്ടയം. ഇയാൾ എന്നെ ഒരു ഞായറാഴ്ച വിളിക്കാൻ വന്നു വീട്ടില്. നമുക്ക് നിതീഷിൻ്റെ അവിടെ പോവാ വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാം നീ അവിടെ വന്നിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ കോട്ടയം പോകുന്നുണ്ട്. കോട്ടയം പോയി 2 ദിവസം നിൽക്കേണ്ട വീട്ടിലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. ശരി പറഞ്ഞിട്ട് ചോദിച്ചു. ആ പിന്നെയാണ് പറഞ്ഞത് നീ ഇവിടെ എത്തിയിട്ടില്ല. എൻ്റെ വിചാരം കുട്ടി ഉണ്ടായിട്ട് 6 മാസം കഴിഞ്ഞു തോന്നി. ഞാനില്ലേ സംഭവം. നീ ഇന്ന് വിളിച്ചപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞേ എടാ 6 മാസമായാ. ഇവള് നീയല്ലേ പറഞ്ഞ എന്നിട്ട് എൻ്റെ അടുത്ത്. ഇവള് വിളിച്ചപ്പോഴാണ് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ അത്രേ ആയിട്ടുള്ളത്. ഇനിയപ്പോൾ നമുക്ക് ചില്ലൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ കാണിക്കാല്ലേ. കുഞ്ഞാ എന്താണ് ഇങ്ങനെ ഫോട്ടോ റിയാക്ഷനോ? ഫോട്ടോ റിയാക്ഷനാ ഞാൻ കാണിച്ചു കൊടുക്കാം. ഫോട്ടോ റിയാക്ഷൻ ആണ് ഗൈസ്. ഇവിടെ നമ്മളെ വീഡിയോ എടുത്തോണ്ട് റീൽസ് എടുക്കറടി. 2 കണ്ടന്റ് എടുത്തരോ? ഇതേ വീഡിയോ എടുക്കടി നമ്മള്. കണ്ട ഇതാണ് പ്രശ്നം. അത് വയ്യാത്തോണ്ട് എടുക്കുന്നില്ല.
ചിക്കൻ വറുത്തുകൊണ്ടിരിക്കണവൻ. കറി എന്തായി? കറി തുറക്കും മണം വരുന്നു ഇവിടെ. തുറക്കടാ. ഓ ആവിയിലാണ് മണം. മഞ്ഞ കളറിലിരിക്കും വെള്ളം പോലെ. കഷ്ണൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ചിക്കൻ കറി ആടല്ലയോ? എന്റെ വീട്ടിലേക്ക് ചിക്കൻ നീ കഴിച്ചിട്ടില്ലേ? അതെനിക്കറിയാം. സൂപ്പറല്ലേ? അല്ലല്ല, ഞങ്ങൾ ഇവര് എന്താ അറിയോ, ശരി, ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെ സാമ്പാർ അവിയല് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഞങ്ങള് സേവിങ്സ് ആണ് അല്ലേ? എണ്ണയിലിട്ട് വറുത്ത എണ്ണ കളയണ വേണ്ട. നിങ്ങൾ എണ്ണയിലിട്ട് മുറിക്കറിയില്ലേ? കുമ്പളങ്ങ ഇറച്ചി അതാ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രഡീഷണൽ ഫുഡ് പാലക്കാട്. നമ്മുടെ രാജേട്ടൻ്റെ കടയിൽ കുമ്പളങ്ങ ഇറച്ചിയും വിറ്റിട്ട് തന്നെ രാജേട്ടൻ വയറിലായി, വൻ വയറില്. ആ അല്ല ഇവിടെ ഉണ്ട്, ബൈപ്പാസ് റോഡിലുണ്ട്. 40 രൂപ ഉള്ളൂ. 40 രൂപ ചോറും കറിയും. കണ്ടന്റ് വേണം. ശരിങ്ങനെ മൊരിച്ചെടുക്കല്ലേ. ഹായ് ബേബി, ഉറങ്ങണേ. ബേബി ഓടി കുട്ടി കിടക്കണോ? പോയി കിടക്കണോ? ഇതൊക്കെയാണ് അനുഭവം. എങ്ങനെയായിരുന്നാ? എണിച്ചു വാ. ഇതുപോലെ സാധനം നിന്റെ വീട്ടിലുണ്ട് 5 എണ്ണം. ആ വീട്ടിലുണ്ട് കേട്ടോ. ഉറങ്ങോട്ടാ, മര്യാദക്ക് ഉറങ്ങി നിനക്ക് കൊല്ലു. അവൾക്കല്ലേ അവൾക്ക് ഇരിക്കണം. നോക്ക് ബേബി. ബേബി അടിക്കണടി. ബേബി മര്യാദക്ക് കാണിച്ചോ? കുഞ്ഞാവ കരിയിപ്പോ. ചെറിയ കുട്ടി കളിച്ചോണ്ടിരിക്കണേ. ഓ ഓ എടുത്തു നോക്കണീ. ഒരു ബേബിനെ കളിപ്പിക്കാൻ പോണേ. ഞാൻ ഓവർ സ്മാർട്ട് എന്ന് പറയുന്നത്. അവിടേക്ക് ബേബി ഉറങ്ങണം. ഇതാ ബേബി ഉറങ്ങാന്ന്. കണ്ടോ? ബേബി പോയി ഉറങ്ങാ. വാ വാ വാ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ. ആ കൊച്ചല്ല, ആ കുഞ്ഞ് നിനക്ക് എത്തുമോ കഴിക്കാൻ? ആ സ്റ്റൂളിൽ ഇരുത്തിയാൽ മതിയാ. സ്റ്റൂളിൽ ഞാൻ അല്ല ഇതിൽ എത്തില്ലല്ലോ. അതിന്റെ മോളിൽ ഇരുന്നാ പിന്നെ ഒക്കെ പോകാം. ആ അവിടെ ഇരിച്ചാൽ മതി. അവള് ചിക്കൻ എടുത്ത് കൊടുക്കട്ടെ, മസാല ഒന്നും ഇല്ലാന്ന്. കുഞ്ഞ് ചിക്കൻ വേണ്ടേ? ചിക്കൻ വേണ്ടേ? എന്നാ എന്ത് സാറിന് കൊടുക്കണ്ട, കഴിക്കില്ല അവള്. അപ്പോൾ കൂടെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറി നമ്മൾ ചെക്കൻ വെച്ചാ കേട്ടോ. എന്നിട്ട് അമ്മായി വെച്ചല്ലേ? യാ
എല്ലാവർക്കും വളമ്പുണ്ട് വേമ്പ ഓക്കെ അതെങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ നന്നുണ്ടോ അതാണ്ട മിയോക്ക് കൊടുക്കുന്നത് ഓ മിയോക്ക് ലാസ്റ്റ് എല്ലാം കൊടുക്കാം കറി ഒഴിക്കി അവൾ ബേബിന്റെ ഫോൺ നോ ഗൈസ് തലയിൽ കെട്ട് കണ്ടോ ഹായ് ഇത് വേണ ഹായ് എന്താ കാണിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ നമുക്ക് പോവാ കുഞ്ഞാ ടാറ്റ പോവാ വാ തുറക്ക് ടാറ്റ പോവാ അപ്പൊ ഗൈസ് എല്ലാം കഴിഞ്ഞു നമ്മളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് വഴി ഒരു സിനിമയും കൂടെ കണ്ട തിരിച്ചു പോവാ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നിരിക്കുകയാണ്. അപ്പം 6 മണിക്കാണ് ഷോ, 5:15 ആയിട്ടുള്ളൂ. അപ്പൊ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ വ്ളോഗ്. കുഞ്ചിട്ടേട്ടൻ പോയി കമ്പനിക്ക് പോയി. ഏട്ടൻ നല്ല സമയമാണ് കേട്ടാ, അതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അയ്യോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാ പിന്നെ എന്തായാലും വന്നാലേ ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ. ഇനിയും കൂടെ ഫുള്ള് തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് അവിടേക്ക് ഇറങ്ങാനും പിടിക്കാനൊന്നും പറ്റില്ല. അല്ലാതെ ഇവിടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞ വ്ളോഗാണിത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ യുവർ ആൻഡ് മീ ജോസഫ്. ടാറ്റാ.